ഈ കാണുന്നത് കുഞ്ഞു മക്കൾ കാണുന്ന ടീയക്കുട്ടി പറഞ്ഞ് കാണുക. ഈ ടീയക്കുട്ടിയുടെ വീഡിയോയിൽ എന്താ കാണുന്നത്? ഇങ്ങനെ സ്വപ്നതുല്യമായ കുറേ സാധനങ്ങൾ കണ്ട് ഈ പൊന്നു മക്കൾ ഇത് കണ്ടു കേട്ടോ. ഓക്കെ, അപ്പോൾ ബില്ലിംഗ് സെക്ഷൻ ആണിത്. ലേസ്, മുട്ടായി, ബിസ്ക്കറ്റ്, മിച്ചർ, എന്തോ നിങ്ങളൊരു രക്ഷകർത്താക്കളെ ഈ കൊച്ചു കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നോ രണ്ടോ വാങ്ങിച്ചു കൊടുക്ക്. ഇതെന്തോന്ന് ഇത്? ചാക്ക് കണക്കാണോ സ്നാക്സ് വാങ്ങുന്നത്? ചാക്ക് കണക്കാണോ മുട്ടായി വാങ്ങിച്ചു? നമസ്കാരം. തിയ ആൻഡ് അഡ്വിക് ആ ഒരു വീഡിയോ ആ ഒരു ചാനൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഈ ഒരു ചാനലിൽ തന്നെ കാണുന്നത്. കാരണം ഞാൻ ഇത് ഫോളോ ചെയ്യാറില്ല എന്നുള്ളതാണ്. ആ ചാനലിന്റെ പേര് ഞങ്ങൾക്ക് കൊടുക്കാം, തിയ ആൻഡ് അഡ്വിക് ചന്തം കുളം നിമിഷ രാജേഷ് ബ്ലോഗ്. ഇതാണ് ഇതിന്റെ ആ ഒരു ചാനലിന്റെ പേര്. ഏതാണ്ട് 4.4 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട ഒരു ചാനലാണ്. ഇങ്ങനെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ നമ്മുടെ കണ്ണിൽ പെടാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിനകത്ത് കൊച്ചുകുട്ടികൾ 2 കുട്ടികൾ, തിയയും ഈ അഡ്വിക് എന്ന് പറയുന്ന 2 പൊടിക്കുട്ടികളുടെ ചാനലാണ്. അവരുടെ ജീവിത ചര്യകൾ, അവർ സ്കൂളിൽ പോകുന്നു, മറ്റൊന്ന് മറിച്ചത്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് മൊത്തം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രേക്ഷകർ മൊത്തം കൊച്ചുകുട്ടികളാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരാത്തത്. ഞാൻ ഈ ഒരു വിഷയം കിട്ടിയപ്പോൾ എന്റെ മോളുടെ അടുത്ത് ചോദിച്ചു. മോൾ പറഞ്ഞു ഞാൻ മോള് കാണാറുണ്ട്, മോൾക്ക് അറിയാമെന്ന് പറഞ്ഞു. പിന്നെയാണ് ഞാൻ ഇവരെ കുറിച്ച് പിന്നീട് തിരക്കിയത്. പാലക്കാട് എന്തോ ആണ് ഇവരുടെ സ്ഥലം. അപ്പോ ഈ കുട്ടികളെ വെച്ച് അമ്മയാണ് വീഡിയോ എടുക്കുന്നത്, അമ്മയാണ് സംസാരിക്കുന്നത്. ഈ കുട്ടികളെ കാണിച്ചുകൊണ്ട് ഉള്ളൊരു വീഡിയോ എന്തോ ആയിക്കോട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള വിഷയം 1-2 പിന്നെ പാരന്റ്സുകൾ നമ്മുടെ പല സുഹൃത്തുക്കളെയും ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇങ്ങനെ കുറച്ച് വിഷയം പറയുന്നത്. അതായത് ഇവരുടെ വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസ് ആയി അവർക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 1-2 പാരന്റ്സുകൾ വന്നു എന്നുള്ളതാണ്. അങ്ങനെ ഞാനെടുത്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞതിൽ, അവരുടെ വോയിസ് ഒക്കെ നമ്മളിവിടെ കൊടുക്കാം, അവർ പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടത്, അവർ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4-5-6 വീഡിയോ ഇട്ടിട്ടുണ്ട്. ബാക്ക് ടു സ്കൂൾ, ഈ കുട്ടികളെ വെച്ചാണ് അവർ വീഡിയോ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് ഏതാണ്ട് 6500 രൂപയുടെ ചോക്ലേറ്റ് മാത്രം വാങ്ങുന്ന ഒരു വീഡിയോ. 6500 രൂപയുടെ ചോക്ലേറ്റ് മാത്രം ഈ 2 കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുക. ഈ വീഡിയോ അവർ പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് കാണുന്നത് ആരാണ്? ഈ പറയുന്ന ഇതേ പ്രായത്തിലുള്ളവരാണ് കാണുന്നത്. അപ്പൊ അവർക്കിത് ഇൻഫ്ലുവൻസ് ആയി ഈ പറയുന്ന അമ്മമാരുടെ അടുത്ത് എനിക്കും ഇത് വേണമെന്ന് നിർബന്ധിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതവർ ചെയ്യുന്നത് അവരറിഞ്ഞില്ലെങ്കിൽ കൂടി ഇത് മറ്റുള്ള രീതിയിൽ ബാഡായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് കുട്ടികളിലേക്ക് ചെലുത്തും. അതിനോടൊപ്പം ഈ കുട്ടികളെ, ഇവരുടെ 2 കുട്ടികളെ ഈ രീതിയിലാണോ വളർത്തേണ്ടത്, അവരെ പറഞ്ഞു തിരുത്തുന്നതിന് പകരം ഈ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. അപ്പൊ ആദ്യം ഈ ഒരു പാരന്റ് എന്താണ് പറയുന്നത് നമുക്ക് ആദ്യം അത് കേൾക്കാം. അവരുടെ ആ വോയിസ് കേട്ടതിന് ശേഷം ഇവരുടെ വീഡിയോയിലേക്ക് പോവാം. കുട്ടി എന്തോ ഒരു വ്ളോഗ് കണ്ടിട്ട് അവിടുന്ന് എന്തോ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കതൊന്നും മേടിച്ചു കൊടുക്കാനുള്ള അവരെ പോലെ റിച്ചും അല്ല. നമ്മൾ റിച്ച് ആണെങ്കിൽ തന്നെ നമ്മളത് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ എന്താ പറയുക, മാനസികാരോഗ്യത്തിനെ തന്നെ തളർത്തുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ വീഡിയോസും വ്ളോഗ്സും. ഇത് ഒരു മനുഷ്യനും ഇതുവരെ യൂട്യൂബിൽ പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യില്ല. ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെയാണ് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അവർ പറഞ്ഞൊരു ന്യായമുണ്ട്. ഒരു യൂട്യൂബേഴ്സും അങ്ങനെ ഷഫീന മാത്രമേ ഇപ്പോൾ ചെയ്തതായിട്ട് ഞാൻ കണ്ടത്. കാരണം നമുക്ക് ഫ്രണ്ടിലേക്ക് ഇത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു ചാനലിൽ സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ ഞാൻ കാണുന്നത്. നമുക്ക് അറിയാത്തതുപോലെ ഒരു ലോഡ് ചാനലുകൾ ഉണ്ട് എന്നുള്ളത്. ഇവർ പറയുന്നത് മാനസിക ആരോഗ്യത്തെ, കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കും എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി അവരുടെ സ്വഭാവ രൂപീകരണം ഉണ്ടല്ലോ, അതിൽ ഒരുപാട് ബാധിക്കും. അവർക്ക് ഇപ്പൊ ഇവരെന്താണ് പറയുന്നത്, ഇവരുടെ മോള് അല്ലെങ്കിൽ ഇവരുടെ കുട്ടി ഇവരുടെ ഈ പറയുന്ന വീഡിയോ കണ്ട് അവർ വാങ്ങിത്തരുന്ന, അല്ലെങ്കിൽ അവർ വാങ്ങുന്ന രീതിയിൽ വാങ്ങണമെന്ന് പറഞ്ഞ് കൊച്ചുകുട്ടികളാണ്. അവരിവിടെ ഷാഠ്യം പിടിക്കും. ഇപ്പൊ അമ്മയ്ക്ക് പൈസയുണ്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ക്യാഷ് ഇല്ല എന്നുള്ളതല്ല, അതുപോലെ എനിക്കും വേണം, ഇൻഫ്ലുവൻസ് ആവുകയാണ് എന്നുള്ളത്. അവർ പറയുന്നുണ്ട് അത് എനിക്ക് പണമുണ്ടോ പണമില്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അത് വാങ്ങിച്ചു കൊടുക്കണോ, ഇത്രയും ഒരു സാധനം ഈ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കണോ എന്നുള്ളത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സാധാരണക്കാരായ കുഞ്ഞു മക്കള്, ഇന്ന് ആരാണെങ്കിലും എല്ലാവർക്കും വീട്ടിൽ അച്ഛൻ്റെയോ അമ്മയുടെ കയ്യിലോ ഒരു എന്ത് ഒരു കൂലിപ്പണിക്ക് പോണ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും വീഡിയോ കാണാൻ ഇൻട്രസ്റ്റാ.
കുഞ്ഞു മക്കളുടെ അല്ലേ? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഈ കാണുന്നത് കുഞ്ഞു മക്കൾ കാണുന്നത് ടീയക്കുട്ടി പറഞ്ഞ് കാണുക. ഈ ടീയക്കുട്ടിയുടെ വീഡിയോയിൽ എന്താ കാണുന്നത്? ഇങ്ങനെ സ്വപ്നതുല്യമായ കുറേ സാധനങ്ങൾ കണ്ട് ഈ പൊന്നു മക്കൾ ഇത് കണ്ട് കൊതിക്കുകയാണ് ചെയ്യണത്. അതിപ്പോൾ എനിക്ക് സത്യമാണ്. ഇങ്ങനെയുള്ള സംഭവം കാണുമ്പോൾ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളാണ് ഇവരുടെ ഓഡിയൻസ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നത് അവർ കൊതിക്കും. ഇവർ അമ്മ രക്ഷകർത്താക്കളോട് പറയും, ഇത് വേണമെന്ന് ആവശ്യപ്പെടും. അവർ വാങ്ങിച്ചു കൊടുത്തില്ല എങ്കിൽ അവർക്ക് മാനസികമായിട്ട് ദുഃഖവും ഒരു ഡിപ്രഷനും ഒക്കെ ഈ കുട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എവിടെയെങ്കിലും വന്ന് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് റീച്ച് കിട്ടില്ല. ആ ചാനലിനെ കുറിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ ആ ചാനൽ മനസ്സിലായിട്ട് എന്താ പറ്റെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വീഡിയോ ചെയ്തോട്ടെ, വീഡിയോ ചെയ്യണോണ്ട് നമുക്ക് ആർക്കും കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ചെയ്യും. ഇപ്പോൾ ഈവൻ നമ്മളെല്ലാവരും എല്ലാ വീഡിയോസും കാണുന്നതാണ്. എല്ലാത്തരം വീഡിയോസും നമുക്ക് താല്പര്യമുള്ള പലതും ഉണ്ടാവില്ലേ. ഇപ്പം എനിക്കിഷ്ടമുള്ള വീഡിയോസ് മാത്രമല്ലല്ലോ യൂട്യൂബിലുണ്ടാവുക, അല്ലെങ്കിൽ ഫർദർ ഫേസ്ബുക്കിലുണ്ടാവുക, അങ്ങനത്തെ ഒന്നും ഇല്ല. എല്ലാവർക്കും അവരവരുടെ കോണ്ടന്റ് എന്തായാലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോന്ന് ചെയ്യും. അതൊന്നും നമുക്ക് എവിടെയും പിടിച്ചെടുക്കാനോ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഞ്ഞു മക്കളുടെ ആഗ്രഹങ്ങളെയാണ് കൂട്ടുന്നത്. അത് വേറെ ആരുമില്ല. എനിക്ക് എൻ്റെ മകള് 7 വയസ്സായ മകൾക്ക് എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ സ്ത്രീ മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങളോ ഇവരെ ഫാമിലിയിൽ മേടിച്ചു കൊടുക്കുന്ന ഇതൊക്കെ ഇവർക്ക് പ്രൊമോഷനായിട്ട് കിട്ടുന്ന പല സംഭവങ്ങളും ഉണ്ടാവും. പ്രൊമോഷൻ വീഡിയോസ് ആയിരിക്കാം ഒരു പക്ഷേ, എല്ലാം പ്രൊമോഷൻ വീഡിയോസ് ആയിരിക്കാം. ഇതൊന്നും സാധ്യമല്ല. കുഞ്ഞു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 7 വയസ്സായ എൻ്റെ മോളുടെ മൈൻഡിൽ ആ കുട്ടി രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് അവൾ ഈ ഫോൺ വെച്ചിട്ട് എന്തെങ്കിലും വീഡിയോസ് കുറച്ച് നേരം കാണും. ആ സമയത്ത് ഇവൾ കാണുന്ന വീഡിയോസ് ഫുള്ള് ഈ ടീയ ആ ചലയ്ക്കുന്നതാണ് ഇവിടെ എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവരോട് നമുക്ക് നമ്മളാരും ഒന്നുമല്ല കേട്ടോ, നമ്മൾ പേഴ്സണലി ഇവരെ കുറിച്ച് ഒന്നുമല്ല. നമ്മൾ സാധാ നോർമൽ ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്ക് ഇവരെ കുറിച്ചോ നമുക്കൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഷെഫീനോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ വളരെ നല്ല രീതിയിൽ അവർ ദേഷ്യപ്പെട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അവർ ഈ ഒരു സംഭവങ്ങൾ പറയുന്നത് എല്ലാ അമ്മമാർക്കും. കാരണം അവർ പറയുന്നത് രാവിലെ വെച്ചുകൊണ്ട് ടിയ അഡ്വിക് എന്താണ് ചെയ്യുന്നത് നോക്കിയിട്ട് സ്വന്തം മക്കള് അവരെന്ത് ചെയ്യുന്നു അതെനിക്ക് വാങ്ങിച്ചു. കുട്ടികളാകുമ്പോൾ ഈ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആകും. അവരിത് വേണമെന്ന് പറയും, വാശി പിടിക്കും, പ്രശ്നം ഉണ്ടാകും, കരച്ചിലാകും, പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അമ്മമാർക്കൊരു ദേഷ്യം, ഇവരോട് തന്നെ ഒരു ദേഷ്യം ഉണ്ടാവും. സ്വാഭാവികമാണ്. ഇതൊരു അമ്മയാണ് പറഞ്ഞത്, കാരണം അവർക്ക് ഇവരുടെ വീഡിയോ കൊണ്ട് പൊറുതി മുട്ടി എന്നുള്ളതാണ്. ഇതിനവർ പറയുന്നതിന് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. ഇവരിത് തുറന്നു പറഞ്ഞു ഇതുപോലെ അനുഭവിക്കുന്ന അതായത് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാർ കാണും. കാരണം കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ആ കുട്ടികളാണോ അവരെന്ത് കാണുന്നു അവരമ്മ പ്രോത്സാഹിപ്പിക്കും, അത് കണ്ട് അവർ ഇൻഫ്ലുവൻസ് ആകും എന്നുള്ളതാണ്. ഇനി ഇവരിട്ട വീഡിയോ കാണണ്ടേ, എൻ്റെ അമ്മ അത് ഞാൻ കണ്ട് ഞെട്ടി കേട്ടോ. ആ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, ചെയ്യാൻ പോകുന്നത് എന്നും നമ്മുടെ എജുമാർട്ടിൽ ബാഗ്സ് തന്നെയാണ് പർച്ചേസ് ചെയ്യുക. ടീക്കുട്ടിക്ക് എവിടെ പർച്ചേസ് ചെയ്താലും അത് ശരിയാവില്ല. എജുമാർട്ട് എനിക്ക് തോന്നുന്നു പാലക്കാട് ഇതെന്തോ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ബിക്കോസ് എജുമാർട്ടിൽ പർച്ചേസ് ചെയ്താൽ മാത്രമേ ടീക്കുട്ടിക്ക് ബാഗ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ ടിയ? ഓക്കെ ഫൈൻ. അതിലേക്ക് ബാഗ് ഓൾറെഡി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ടീക്കുട്ടിയുടെ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല കുറേ ഓഫേഴ്സ് വരുന്നുണ്ട് കേട്ടോ. സമൻ വിത്ത് ഇൻട്രസ്റ്റിംഗ് നെയിം കേട്ടോ. ഇത് കുഞ്ഞു നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർ ആണ്. എനിക്ക് തോന്നുന്നു ഒരു 2 ഇയേഴ്സോളം നമ്മളെ കാണാൻ കൊതിച്ച് നിന്നൊരു കുഞ്ഞുവാവ കേട്ടോ. അത് എത്രയല്ലേ പഠിക്കുന്നേ? ഗ്രേറ്റ്. ഒരു ഷേക്ക് എടുക്കണം ടിയ. ഇത് കണ്ടോ, ഇതൊരു കുഞ്ഞ് സബ്സ്ക്രൈബർ ആണ്. അവരെ ഇൻഫ്ലുവൻസ് ആയി ഇവരെ കാണാൻ വേണ്ടി വരുന്നു, ഇവരെ അത്ര ഇഷ്ടമാണ്, വന്നെന്തോ പ്രസന്റ് കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീഡിയോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെപ്പോലെ കാശ് കഴിവുള്ളവർ വാങ്ങി കൊടുക്കുമായിരിക്കും. പക്ഷെ കാശ് ഉള്ളവരും ഈ ഒരു സാധനം വാങ്ങി കൊടുക്കണമെന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ഇതില്ലാത്ത പാവപ്പെട്ട കുട്ടികൾ അവരെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ അവർക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക മാനസിക പ്രശ്നങ്ങൾ, ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഡ്രോമ, അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഈ കുട്ടിക്ക് ഒരു കുട്ടി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഒരു മിനിറ്റ് ഫാൻ എടുത്തിട്ട് കൈസ് നന്നായിട്ട് ഈയുടെ ഹെയറിൽ ഇങ്ങനെ പിടിച്ചാക്കി. ഇപ്പോൾ ഒരു ഫൈറ്റിംഗ് കഴിയേണ്ടതായിരുന്നു, പിടിച്ചു. ഓക്കെ, ആ മലേഷ്യയിൽ നിന്ന് ഏതാ കണ്ടേ? യെസ്, നമ്മളിത് വാങ്ങി റോണലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അദ്യക്കുട്ടൻ്റെ ഫ്രണ്ടിന്. ഇതെല്ലാം നമ്മൾ മലേഷ്യയിൽ നിന്ന് കണ്ട സാധനങ്ങളാട്ടോ. ദിസ് വൺ, ഇതൊന്ന് ഓപ്പൺ ചെയ്തേ. എല്ലാം ഇവിടെയൊക്കെ കൊറിയൻ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഇതെങ്ങനെ സ്പെഷ്യാലിറ്റി കൂടി ഉണ്ടായിരുന്നില്ല മാഡം?
അപ്പോൾ ഇവർ കണ്ടോ അതിനകത്ത് ആ ഒരു മാർട്ടിനെ കുറിച്ച് ഒരുപാടുണ്ട്, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഒരുപാട് നമുക്ക് ഓഫേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും വളരെ കൃത്യമായിട്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണ്. അവരുടെ പ്രൊമോഷൻ ആണ് ഇവർ ചെയ്യുന്നത്. അതിന്റെ ക്യാഷ് അടിച്ചു തീർക്കുകയാണ് ഇവരുടെ ആക്ച്വലി ചെയ്യുന്നത്. ലാസ്റ്റ് മന്ത് ഏപ്രിൽ നമ്മൾ 1 വീക്ക് ആർട്ട് ബില്ല് എടുക്കട്ടോ. എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചു നമുക്ക് ഇങ്ങനെ നോക്കാം. ഇത് നോക്കി, ഇതാണ് അവരെടുത്ത സാധനങ്ങൾ നോക്കിയോടെ. ഓൾറെഡി എല്ലാം അറിഞ്ഞതല്ലേ. ഓക്കെ, ഇതൊരു സാധനം ആ ന്യൂട്ടെല്ലാം എനിക്കൊന്ന് അൺബോക്സ് ചെയ്യണം. ഇപ്പൊ എന്താ വലിച്ചെടുക്കുന്ന ആ സാധനം ഒഴിച്ച് ബാക്കി എല്ലാം സ്നാക്സുകളാണ്. മുട്ടായി, സ്നാക്സ്, ഇതാണ് വാങ്ങിച്ചത്. അവർ വാങ്ങിച്ചതിന്റെ ബില്ല് കെട്ടിക്കഴിഞ്ഞ് ഞെട്ടിപ്പോകും എന്നുള്ളതാണ്. മെല്ലെ 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 അത് ഓഫീസിലേക്ക് വാങ്ങിയ സംഭവം. ആ, ഒരു അദ്ദിക്കുട്ടൻ എന്തൊക്കെ സാധനങ്ങളോ എടുത്തിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ബില്ലിംഗ് സെക്ഷനാണിത്. ലേസ്, മുട്ടായി, ബിസ്ക്കറ്റ്, മിച്ചർ, എന്തോ. നിങ്ങളൊരു രക്ഷകർത്താക്കളെ ഈ കൊച്ചു കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ 1 or 2 വാങ്ങിച്ചു കൊടുക്ക്. ഇതെന്തോന്ന് ഇത്? ചാക്ക് കണക്കാണോ സ്നാക്സ് വാങ്ങുന്നത്? ചാക്ക് കണക്കാണോ മുട്ടായി വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നത്? നമുക്ക് ക്യൂട്ടായിട്ടുള്ള 2 മാഷ്മെല്ലോ എടുത്തിട്ട് ഏതാ അവര് നിങ്ങൾക്ക് തന്ന ഈ പറയുന്ന പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും. ആ കുട്ടികളുടെ ആരോഗ്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. എന്തോന്നേ ഇത്? പിന്നെ പറഞ്ഞു പോലെ രക്ഷകർത്താക്കൾ ഇങ്ങനെ ചാക്ക് കണക്കിന് മുട്ടായും വാങ്ങിച്ച് സ്നാക്സും വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് എല്ലാം അറിയാമോ? കൊച്ചു കുട്ടികൾ തള്ളമാരത്ത് നടന്ന് പ്രശ്നം ഉണ്ടാക്കും. ന്യായമല്ലേ അവര് പറഞ്ഞത്? അയ്യോ, ഇത് നോക്കിയേ ഗൈസ്, ക്യൂട്ടായിട്ടുള്ള ഒരു മാഷ്മെല്ലോ. നിങ്ങളിത് എടുത്തോ? ബില്ലിടുന്ന സമയത്താണ് ഇവിടെ വേറെ എന്തോ ഒരു സാധനം. ആ, ഇവിടെ അധികം ഓടിട്ടോ. അധികം എവിടെയാണെന്ന് അറിയാം. മാഷ്മെല്ലോ എടുത്തിട്ട് അമ്മയ്ക്ക് ഒരെണ്ണം എടുക്കണം. അമ്മയ്ക്ക് ഒരെണ്ണം പ്ലീസ്. കുട്ടികൾ മാത്രമല്ല, മമ്മയ്ക്ക് ഇത് തന്നെയാണ് പ്രശ്നം. മമ്മയ്ക്ക് ഒരെണ്ണം എടുക്കാം. മമ്മ ഇത് തന്നെയാണ്. സ്നാക്സ് നിന്നാണ് മമ്മയെ വളരുന്നത്. അപ്പൊ ഒന്ന് കഷ്ടം. അവരെ ആദ്യ വോയിസ് ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെറിയ അവരോടുള്ള കുശിപ്പുണ്ടെന്ന. പക്ഷേ ഇതല്ല. ഇത് കാണുമ്പോൾ ആർക്കടേ തോന്നാത്തത്? ഇങ്ങനെയൊക്കെ വാങ്ങിച്ചാൽ എന്തായാലും കുട്ടികള് തള്ളമാരടുത്ത് പറയും, രക്ഷകർത്താവത്ത് പറയും എനിക്ക് വേണമെന്നുള്ളത്. തള്ള വരെ ഇവിടെ തിന്നുന്നുണ്ട്. ഇവിടെ ക്യൂട്ടി മാഷ്മെല്ലോസ് ഉണ്ട് കേട്ടോ. മമ്മയ്ക്ക് എന്താടി മാഷ്മെല്ലോസ്? ബിഗ്. ഓ, എന്ത് ക്യൂട്ടാ. എന്തായാലും തായോ ഗൈസ്. അങ്ങനെ ബില്ല് ഇട്ടിട്ട് സെറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇടാം. ഫൈനലി നമ്മളെല്ലാ സാധനങ്ങളും എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ബില്ലിങ്ങിലോട്ട് പോകാം. പാക്കിംഗ്. ഓക്കെ, സ്നാക്സ് പാക്കിംഗ്. ഓക്കെ, എത്ര ബില്ല് ചെയ്യാം? അതിനൊന്നും തികയില്ല. വലിയ ചാക്ക വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലത്. മനസ്സിലായോ? അത്രയ്ക്ക് സ്നാക്സ് ആണ് വാങ്ങിച്ച് കൂട്ടുന്നത്. എത്ര ബില്ല് കമന്റ്. ചിക്കു ആണ് കറക്റ്റ് പറയാം. എക്സാക്ട് എമൗണ്ട് എത്ര ചിക്കു? എത്ര ഉണ്ടാവും? ഞാൻ പറഞ്ഞു 8. ആ, നോക്കാം. തീരെ ഫൈനൽ എത്ര ആവും? ഇനി എത്രയും എടുക്കാനുണ്ട്? ഓക്കെ, ഞാൻ പറഞ്ഞു 8. ഓക്കെ, നമുക്ക് നോക്കാം. മമ്മനെ പറ്റിച്ചാണല്ലേ. ഓക്കെ, ഇപ്പം എത്ര വന്നു? 5,969 ഗൈസ്. അപ്പോൾ മമ്മ പറഞ്ഞ തെറ്റി. മമ്മ 8,000 എന്ന് പറഞ്ഞാണ്. പക്ഷേ 6,116. അതിപ്പോൾ നീ പറയണോ? ഓക്കെ, സോ ഗൈസ് 6,400. ഇപ്പോൾ 600, 379. ഓക്കെ, 6,000. ഓക്കെ, മതി. ശരി, ചെരുപ്പ് ഒരു പുതിയ ഒരെണ്ണം എടുക്കാൻ നോക്കണം. അതിക്കൊണ്ട് ഏതെടുത്തേ? അയ്യോ, അതിക്കൊണ്ട് വലുതാണ്. പിന്നെ അത് വളരെ മോശമായിപ്പോയി. വെറും 6,500 രൂപയ്ക്കുള്ള സാധനം മാത്രമേ സ്നാക്സ് ആയിട്ട് എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇത് പക്ക ഒരു പ്രൊമോഷനാണ്. ഈ പ്രൊമോഷൻ വഴി അവർ ഇത്രയും അവർക്ക് കിട്ടിയ ഒരു പ്രൊമോഷൻ. അതുവഴി സ്നാക്സ് മാത്രം 2 കോടി കുട്ടികൾക്ക്, ഇത്ര 5, 6 അല്ലെ 8, 10 വയസ്സുള്ള 2 കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ താങ്കൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. താങ്കൾക്ക് പണം ഉണ്ടെന്ന് പറഞ്ഞ് ഉള്ള എല്ലാം കൂടി വാങ്ങിച്ചിരുന്ന അമിതമായാൽ അമൃതം വിഷമാണ് എന്നുള്ള സാധനം ആണ്. നിങ്ങൾക്ക് അതാ. പക്ഷെ അങ്ങനെ കൊടുത്ത് സ്വന്തം മക്കളെ ആരോഗ്യം കളയണമെങ്കിൽ ആയിക്കൂ. ഇത് പബ്ലിക്കിൽ കൊണ്ടിടുമ്പോൾ ഇപ്പോൾ ഇവർ ഈ മാർട്ടിൽ വന്ന് ഇത്രയും 1000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയെന്നൊന്നും ഇടുമ്പോൾ മറ്റുള്ള കുട്ടികൾ ഈ മാർട്ടിൽ വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പിന്നീട് ശാഠ്യം പിടിക്കും. അവിടെ കിടന്ന് കരയും. ഇതിൽ ഓഫർ ഉണ്ട്, മറ്റതുണ്ട്. ഇവർ പറഞ്ഞ മുട്ടായികൾ എടുക്കണമെന്ന് പറയും. അപ്പോൾ ഇത്രയും വിലയ്ക്ക് അവര് 2 അമ്മ പറയും മക്കളെ 2 മുട്ടായി. പറ്റൂല, അഡ്വക്കേറ്റ് 6,500, 7,000 രൂപയ്ക്ക് വാങ്ങിച്ച് എനിക്ക് വാങ്ങണം. ശാഠ്യം പിടിക്കും, ഉറപ്പാണ്. പൈസ ഉണ്ടെങ്കിൽ പോലും വിവരമുള്ള രക്ഷകർത്താക്കൾ ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല. 1, 2 അല്ലെങ്കിൽ 3, 4 കൂട്ട ഒരു 500 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊടു. പിന്നെ അത് കഴിഞ്ഞാൽ ഇത്
6,500 രൂപയ്ക്ക് സ്നാക്സും മുട്ടായി ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന വെച്ചാൽ ഇത് ഒരു വല്ലാത്തൊരു ഇതായിപ്പോയി. താങ്കൾക്ക് പൈസ കിട്ടുന്നതായിരിക്കും, അതിനകത്ത് പ്രൊമോഷൻ ആയിരിക്കും, ഒക്കെ ശരിയായിരിക്കും. പക്ഷെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരെ ഇതൊരു നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് താങ്കൾക്കുണ്ടാവണം. അതിനോടൊപ്പം ഒരു രക്ഷകർത്താവ്, ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് സ്വന്തം മക്കൾക്ക് ഇത് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമോ എന്ന് കൂടി ചിന്തിക്കുക. സ്വന്തം മക്കളാണ്, ഇത്രയും ഈ പറയുന്ന സാധനങ്ങൾ ചോക്ലേറ്റ് ഇതിന്റെയൊക്കെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ യൂട്യൂബിൽ തിരക്കിയാലും ഇതിന്റെയൊക്കെ ദോഷഫലങ്ങൾ, വിത്ത് ക്യാൻസർ വരെ വരാൻ ചാൻസ് ഉള്ള സാധനങ്ങളാണ് ഇതിനകത്ത് അടുപ്പിച്ച് വിട്ടത്. അതായത് ഡ്രഗ്സ് ആണ്. ഈ മുട്ടായി കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വീണ്ടും അതിലോട്ട് അഡിക്റ്റ് ആവാൻ വേണ്ടി ഡ്രഗ്സ്, അഡിക്ഷൻ വരാനുള്ള സാധനം വരെ ഇതിനകത്ത് കയറ്റി വിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു സാമാന്യ ബോധം നിങ്ങൾ 1-2 കഴിച്ച പോട്ട്. ഇത് നിങ്ങൾ ഇങ്ങനെ ഈ ആഹാരമില്ലാതെ വേറെ ഒന്നും കഴിപ്പില്ലേ? ഇത് മാത്രമേ ഉള്ള ഈ ചോക്ലേറ്റും ഈ പറയുന്ന ഈ സാധനം മാത്രമേ കഴിപ്പുള്ള എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പോൾ ഇതെന്തായാലും അവർ പറഞ്ഞത്, അവരുടെ വേവലാതി, അവർ അമ്മ പറഞ്ഞ വേവലാതി സത്യമാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഏത് അമ്മമാരായാലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം സ്വന്തം കുട്ടികൾ, കൊച്ചു കുട്ടികൾ ഇവരുടെ ചാനലാണ് വന്ന് രാവിലെ വീഡിയോ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണ് കാണുന്നത്. അവരെന്ത് ചെയ്യുന്നു, അവരെന്ത് കഴിക്കുന്നു, അവരെന്ത് ഡ്രസ്സ് ഇടുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം കൊച്ചുകുട്ടികളാണ്. അത് സ്വന്തം രക്ഷകർത്താക്കളോട് അത് വേണമെന്ന് അവർ ആവശ്യപ്പെടും. അത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കും. അവർക്ക് മാനസിക വിഷയങ്ങളുണ്ടാവും, അവർ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതാവും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സംഭവം ബാക്ക് ടു സ്കൂൾ നമ്മൾ നിങ്ങൾ 8-10 വീഡിയോ ഇട്ടിട്ടുണ്ട്. വളരെ മോശം. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റാ കമന്റ് ചെയ്ത് നമുക്ക് കാണാം. ജയ് ഹിന്ദ്.